കാലങ്ങളെക്കാൾ പിന്നെയും നിന്ന രഹസ്യങ്ങളെ അവതരിപ്പിക്കുന്ന ജപ്പാനിലെ പ്രശസ്തമായ വാചകങ്ങൾ. മുസാഷി മിയാമോട്ടോ. ഞങ്ങൾ ദൈവങ്ങളെ ആദരിക്കണം, ദൈവങ്ങളെ ആശ്രയിക്കാതെ. ഈ വാക്കുകൾ മിയാമോട്ടോ മുസാഷിയുടെ ആത്മാക്കൾ. മനുഷ്യൻ ആഗ്രഹിക്കുന്നു വിധിയിൽ, കേടയിലുള്ള അത്ഭുതങ്ങളിൽ. മുസാഷി പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ പരിശീലനം തുടരുന്നു. ആകാശത്തിൽ നിന്നുള്ള സഹായത്താൽ കാത്തിരിക്കാതെ സ്വന്തം രണ്ടാം പകുതിയെ വിശ്വസിക്കുന്നു. അവൻ ദൈവങ്ങളെ അപർജിക്കുന്നു, പക്ഷേ അവിടെ ആശ്രയിക്കാതെ സ്വന്തം സമ്പത്താൽ വഴി തുറന്നവരാണ്. ഈ വാക്കുകൾ പുരോഗമനം ഉപേക്ഷിക്കുക എന്നതാണ്. അത് ഒരു പ്രധാനമാണ്. വിത്തിന്റെ ഉത്തരവാദിത്വം സ്വീകരിക്കുക. അനുകൂലമായ ദുരിതങ്ങളിൽ ദൈവങ്ങളെ ആദരിക്കുന്നതിന്റെ പ്രാധാന്യമുണ്ട്. എന്നാൽ ഒരിക്കലും എയാളോ പ്ലീസ് എന്നൊക്കെ സഹായിക്കും എന്നില്ല. ദയവിനെ ഉപേക്ഷിക്കുക. വിധിയും കാത്തിരുന്നില്ല, വിധിക്കായി തിരിഞ്ഞുകൂടി. അവൻ പറയും, നിന്റെ ദൈവത്തിനെ ആശ്രയിത്തുണയ്ക്കുമോ, അല്ലെങ്കിൽ നിന്റെ കൈകളിൽ ഭാവി തുറക്കുമോ? ലെജൻഡ് എന്നതിന്റെ പ്രസിദ്ധം ആകാശത്തിൽ മടങ്ങിയ വരുന്നവനല്ല, ചെയ്യുന്നവരാണ്. സ്വന്തം കൈകളിൽ കരുതുന്നു, ദൈവത്തെ ആദരിക്കുന്നു, ദീവനം ആശ്രയിക്കാതെ. സ്വത്തിനെ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. മിയാമോട്ടോ മുസാഷി പ്രാമാണരേഖ. ടെക്സ്റ്റ് മിയാമോട്ടോ മുസാഷി. 17 ശതകത്തിന്റെ പ്രാരംഭം. സേനയുള്ള അവരാണ് അവരുടെ കാലം തുടരുന്ന ശത്രു. ഈ ജീവിതത്തിൽ 60 കളഞ്ഞുകൂടി. പ്രദേശത്തിന്റെ വിദഗ്ധനാണ്. 2.1 ലോങ്കമാരായി അവൻ വീഴിക്കിറ്റു. മരണം ചെയ്താലും എഴുത്തുകാരനും ശില്പുജനനുമായിട്ടാണ്. ഗണിതത്തിന്റെ ശ്രീലായ്മ കൂടിയാണ് അവൻ. അന്ത്യപ്രതീക്ഷകളിൽ കഠിനമായ കാലത്തെ സമരത്തിന്റെ സത്യവും. ഇന്ന് ലോകമാകെയുള്ളവരെ സംബന്ധിച്ച് വായ തുടരുന്നു. ആധുനികാലത്ത് ജപ്പാനെയും മാത്രം അല്ല, എന്നാൽ വിദേശത്തു നിന്നും ഷമിറ്റ്സ് ധാരണയുടെ പ്രതാപത്തേനായി രാജാക്കളുടെ ചരിത്രം പറയപ്പെടുന്നു. അന്താരാഷ്ട്ര ടെലിവിഷൻ പ്രോഗ്രാമുകൾ, ചലച്ചിത്രം, ക്യാമ്പ്, വാണിജ്യ ഗ്രന്ഥങ്ങളിൽ അനേകം ഉദാഹരണങ്ങൾ പരിശോധിച്ചിരിക്കുന്നുണ്ട്. മിയാമോട്ടോ മുസാഷി. കാലങ്ങളുടെ തൊഴിലുകൾ ഇല്ലാത്ത ഒരു പുരുഷൻ.